ഇപ്പോൾ ഞങ്ങൾ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. പക്ഷെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. സാധാരണ 1-2 വീഡിയോ ഇടുന്നതും ഇതുപോലെ സെലിബ്രിറ്റീസിന് അത്തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് 1-2 ആഴ്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മനസ്സമാധാനം തകർക്കാനായിട്ട് കറക്റ്റായിട്ടൊരു സ്റ്റോക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ എപ്പിസോഡ് പോലെയാണ് ഇവർ ഒരു സൈബർ ബുള്ളിയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ്. ഒരുപാട് ഒരാൾ പരാതി കൊടുക്കുന്നതോ ആ പരാതിക്ക് നമ്മൾ നിയമപരമായി അഡ്രസ്സ് ചെയ്യുന്നതോ പോലെയല്ല ഇത്. ഇത്തരത്തിൽ ഓറലായിട്ട് വാചാലെ കുറേ ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നേ വരയ്ക്കും ഒരു പ്രോപ്പർ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാനോ ആ തരത്തിൽ മുന്നോട്ട് വരാനോ അവർക്ക് കഴിയാത്തത് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളിപ്പോൾ വക്കീൽ ഒരു നിയമ കാര്യമായി ബന്ധപ്പെടുന്ന അഭിഭാഷകരെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായി അവർക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് എന്തു പറയുന്നതും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത്. ഇവരുടെ കോപ്പിറൈറ്റുള്ള ചാനലിലെ വീഡിയോസ് എടുത്തുകൊണ്ട് ആ വീഡിയോസിന്റെ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് പല യൂട്യൂബർമാരും അങ്ങനെയാണ് അത് വന്ന് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്തെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് റീപബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും പല വീഡിയോസ് നിങ്ങൾ കണ്ടാലറിയാം, പല രീതിയിലും വികൃതമാക്കിയും അവര് ഈ ബാലേനെയും കോകിലേനെയും എങ്ങനെയൊക്കെ ഹറാസ് ചെയ്യാമോ, സൊസൈറ്റിയുടെ മുമ്പിൽ തരം താഴ്ത്താമോ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോസ് ഒക്കെ പ്രചരിപ്പിക്കുന്നത്. ഒരാൾക്ക് ഇന്ത്യൻ ഭരണഘടന പ്രകാരം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതെന്തും അവർക്ക് പറയാം. പക്ഷെ മറ്റൊരാളുടെ ജീവിത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറ്റുന്ന രീതിയിൽ അവർ അഭിപ്രായം പറയുമ്പോഴാണ് അത് ശിക്ഷയ്ക്ക് അർഹമാവുന്നത്. അപ്പോൾ ബാലയും കോകിലയും ഇപ്പൊ ബഹുമാനപ്പെട്ട കമ്മീഷണറെ കണ്ട് ബോധിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വൈര്യമായ ജീവിതത്തിനും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്നതിന് അതിന് ഒരിക്കലും നിയമം കൂട്ടുനിൽക്കരുത്. ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് ബാലയും കോകിലയും കമ്മീഷണറുടെ മുമ്പിലായിട്ട് വെച്ചിരിക്കുന്നത്. അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ എഫ്ഐആർ എടുക്കും, കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് എല്ലാവർക്കും, അതായത് യൂട്യൂബ് ആരും ഉപയോഗിക്കരുതെന്നല്ല, എല്ലാവർക്കും ഒരു പാഠമായിരിക്കാൻ വേണ്ടിയാണ്. കാരണം ആർക്കും ആരെയും എന്തും എപ്പോ വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോ. ആ ഒരു സാഹചര്യത്തിന് അതിപ്പോ ബാലയുടെ കേസിന് മാത്രമല്ല എല്ലാവരുടെയും കേസിലും എല്ലാവർക്കും അത് ഒരു ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ കമ്മീഷനോട് പറഞ്ഞത് നമ്മുടെ നിയമവ്യവസ്ഥയില് നമ്മുടെ നിയമവ്യവസ്ഥയില് ഇതിനൊരു തക്കതായ ഒരു ശിക്ഷയും അല്ലെങ്കിൽ ഒരു മാർഗം ഇതിൽ കണ്ടെത്തി കൊടുക്കണം. പ്രധാനമായിട്ട് അതെ, ഈ പരാതികളിൽ പ്രധാനമായിട്ട് നമ്മൾ ഉന്നയിക്കുന്നത് അത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിഗത ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിലെ വീഡിയോയും ഫോട്ടോസും അവർ സന്തോഷമായി അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് എടുത്തുകൊണ്ട് ഇവർക്ക് അത് വികൃതമാക്കിയിട്ട് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, ഇപ്പൊ എല്ലാവരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണല്ലോ കൂടുതൽ പറയുന്നത്. കോകിലയും ഒരു സ്ത്രീയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ വന്നിട്ട് ബോഡി ഷേമിങ് ചെയ്യുക, വളരെ ചീത്ത രീതിയിൽ സംസാരിക്കുക, ഇതൊക്കെ അവരുടെ പബ്ലിക് പ്രൊഫൈലിലാണ് അവർ ഇടുന്നത്. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. എന്നിട്ട് ആ വ്യൂസിൽ നിന്ന് ഇവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അത് നിയമവിരുദ്ധമായി ലഭിക്കുന്ന വരുമാനം തന്നെയാണ്. ഒരാളെ പക്ക ഡിഫൈൻ ചെയ്തുകൊണ്ട് അൺലോഫുള്ളി ഗെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് കൃത്യമായിട്ടൊരു നിയമം കൊണ്ട് തടയണം. ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കാൻ കഴിയുള്ളൂ. ആരെയും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനല്ല. പക്ഷെ ഇത്തരത്തിലൊരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്നുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് യൂട്യൂബിലെല്ലാം തന്നെ എല്ലാവർക്കും വരുമാനം ഉണ്ടാവാൻ വേണ്ടി ആരെ പറ്റിയും എന്തും പറയാമെന്നായാൽ നമുക്കൊന്നും ഒരാൾക്കും ജീവിതത്തിൽ പ്രൈവസി ഉണ്ടാവില്ല, സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയില്ല.